നമസ്കാരം. സ്പീഡ് ന്യൂസ്. ജില്ലയിൽ 3 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന് മുൻതൂക്കം. നാട്ടികയിൽ UDF-ന് അട്ടിമറി ജയം. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ BJP സീറ്റ് നിലനിർത്തി. ചൊവ്വന്നൂർ പൂച്ചപ്പുള്ളി വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയം. ഏകാദശി പ്രഭയിൽ ഗുരുപവനപുരി. ദർശന പുണ്യം തേടി ഗുരുവായൂരിൽ വൻ ഭക്തജന തിരക്ക്. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെയും കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് കോൺക്രീറ്റിംഗിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുമായിരുന്നു പ്രതിഷേധം. കൊട്ടേക്കാട് മറിഞ്ഞ ബൈക്ക് വീണ്ടും ഓൺ ചെയ്യുന്നതിനിടയിൽ തീപിടിച്ച് പൊള്ളലേറ്റ യുവാവ് മരിച്ചു. പേരാമംഗലം സ്വദേശി 26 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. അതിരപ്പള്ളി ചാലക്കുടി പുഴയിൽ ഭീതി വിതച്ച മുതലകളും ചീങ്കണ്ണികളും. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ മുതൽ വെറ്റിലപ്പാറ വരെയുള്ള ഭാഗങ്ങളിലാണ് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മുതലകളും ചീങ്കണ്ണികളും പെരുകിയത്. വടക്കാഞ്ചേരിയിൽ തെരുവ് നായ്ക്കൾ വളർത്തു കോഴികളെ കൊന്നു. കുമ്പളങ്ങാട് പന്തലങ്ങാട്ട് വിനോദിന്റെ 30 കോഴികളെയാണ് നായ്ക്കൾ കൊന്നത്. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി നഗറിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു. കാടർ വീട്ടിൽ പരമേശ്വരൻ ഭാര്യ 71 വയസ്സുള്ള മീനാക്ഷിയാണ് മരിച്ചത്. തൃശൂർ ചെമ്പോട്ടിൽ ലൈനിൽ കാനയുടെ സ്ലാബുകൾ വാഹനം കയറി തകർന്ന നിലയിൽ. രാത്രിയിൽ ഇതുവഴിയെത്തിയ വാഹനം സ്ലാബിന് മുകളിലൂടെ കയറിയതാകാമെന്ന് സംശയിക്കുന്നു. അന്താരാഷ്ട്ര വാട്ടർ വീക്കിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബിയെ മൂലംകുളം പാർവണം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ട്രസ്റ്റിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. CPM മണലൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പതാകാ ദിനം ആചരിച്ചു. ഏരിയ കേന്ദ്രമായ പാവറട്ടിയിൽ മുരളി പെരുന്നെല്ലി MLA പതാക ഉയർത്തി. SDPI പാവറട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ പാവറട്ടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം സെക്രട്ടറി VM അബ്ദുൽ ഹക്കീം പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പുതിയ OP ബ്ലോക്കിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. ചെമ്പൂക്കാവിൽ നടന്ന സമ്മേളനം CITU തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മൈസൂരിൽ വാഹനാപകടത്തിൽ തിരുവത്ര അത്താണി സ്വദേശിയായ MBBS വിദ്യാർത്ഥി മരിച്ചു. പാലപ്പെട്ടി യൂസഫ് മകൻ 22 വയസ്സുള്ള അബിൻ ആണ് മരിച്ചത്. കടങ്ങോട് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച മിനി മാസ്റ്റ് ലൈറ്റുകളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആവിഷ്കാരിന്റെ 16ാമത് ഫോട്ടോ പ്രദർശനം നാളെ ആരംഭിക്കും. ലളിതകല അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ഉച്ചതിരിഞ്ഞ് 3-ന് സിനിമാ നിരൂപകൻ I ഷൺമുഖദാസ് ഉദ്ഘാടനം നിർവഹിക്കും. CPM ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉൽപ്പന്ന ശേഖരണത്തിന്റെ ഏറ്റുവാങ്ങൽ നടന്നു. ലോക്കൽ സെക്രട്ടറി M നന്ദീഷിൽ നിന്ന് ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ് ഉൽപ്പന്നങ്ങൾ ഏറ്റുവാങ്ങി. ചാലക്കുടി പോട്ട താണിപ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ നാടിന് സമർപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് തല AAM NQAS പരിശീലനം എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. വാഴച്ചാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ വിനോദസഞ്ചാരികളെ തടയുന്നതായി പരാതി. കാർ അടക്കമുള്ള ചെറിയ വാഹനങ്ങളിൽ എത്തുന്നവരെ പല കാരണങ്ങൾ പറഞ്ഞ് തിരിച്ചയക്കുകയാണെന്നാണ് പരാതി. 3 പതിറ്റാണ്ടായുള്ള ജനങ്ങളുടെ ആവശ്യം അംഗീകരിച്ച് അന്തിക്കാട് കല്ലിടവഴി റോഡിലെ കൽവേർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 7 മീറ്റർ നീളത്തിൽ 1.5 മീറ്റർ വീതിയിലാണ് കൽവേർട്ട് പണിയുന്നത്. 1 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാകും. കോടന്നൂർ മുതൽ പെരുമ്പുഴ പാലം വരെയുള്ള ഇറിഗേഷൻ കനാലിൽ നീരൊഴുക്ക് തടസ്സപ്പെടുന്നതായി പരാതി. കരിവാലിച്ചണ്ടി ആഴത്തിൽ വേരുപിടിച്ച് കിടക്കുന്നതിനാലാണ് നീരൊഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെട്ടത് എന്ന് കർഷകർ. തിരുവല്ലുവാമല പുനർജനി നൂടൽ ഭക്തിസാന്ദ്രമായി. ഗുരുവായൂർ ഏകാദശി ദിവസമായ വൃശ്ചിക മാസത്തിലെ വെളുത്ത ഏകാദശി ദിവസമായ ഇന്ന് പുലർച്ചെയാണ് ആചാരപ്രകാരം പുനർജനി നൂടൽ ആരംഭിച്ചത്. അരിമ്പൂർ അഗ്രോ ബസാറിന് സമീപം റെഡിമിക്സ് ലോറി നിയന്ത്രണം വിട്ട് കാറിലിടിച്ചു. അപകടത്തിൽപ്പെട്ട കാർ റോഡിന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു.
അരിമ്പൂർ കൈപ്പള്ളി സ്വദേശി സിൻഡപ്പനാണ് പരിക്കേറ്റത്. കൊടകരയിൽ 23 കിലോ കഞ്ചാവുമായി മധ്യവയസ്കൻ അറസ്റ്റിലായി. പൂപ്പത്തി സ്വദേശി നെടുമ്പറമ്പിൽ വീട്ടിൽ ഷാജിയെ ആണ് ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. കയ്പമംഗലം കാക്കാത്തുരുത്തിയിൽ 3 പേർക്ക് കടന്നൽ കുത്തേറ്റു. കാക്കാത്തുരുത്തി രായ്മരക്കാർ വീട്ടിൽ സിദ്ദിഖ്, ഭാര്യ ഷെരീഫ, മതിലകത്ത് വീട്ടിൽ അൻസാർ എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. വാടാനപ്പള്ളിയിൽ തെരുവ് നായ ഓടിച്ചതിനെ തുടർന്ന് സൈക്കിളിൽ നിന്ന് വീണ് വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. വാടാനപ്പള്ളി അമ്പലത്ത് വീട്ടിൽ സഗീറിന്റെ മകൻ അദ്നാനാണ് പരിക്കേറ്റത്. ഊരകത്ത് കാർ ഹോട്ടലിലേക്ക് ഇടിച്ചു കയറി. ശ്രീവിനായക ഹോട്ടലിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. ഹോട്ടലിൽ ഉണ്ടായിരുന്ന ഗ്യാസ് ഏജൻസി ജീവനക്കാരൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കുന്നംകുളത്ത് നടന്ന തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം സമ്പൂർണ്ണമായി തത്സമയം സംപ്രേഷണം ചെയ്യാൻ TCVയോട് സഹകരിച്ച ബഥനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അധികൃതർക്ക് TCVയുടെ മെമന്റോ കൈമാറി. TCV ചാനൽ സബ് കമ്മിറ്റി കൺവീനർ PM നാസറിൽ നിന്ന് ബഥനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC മെമന്റോ ഏറ്റുവാങ്ങി. റഷ്യൻ യുദ്ധമുഖത്ത് കുടുങ്ങിയ തൃശൂർ സ്വദേശികളെ നാട്ടിലെത്തിക്കുവാൻ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് കുടുംബാംഗങ്ങളും പ്രദേശവാസികളും രംഗത്ത്. വടക്കാഞ്ചേരി കുത്തുപാറ സ്വദേശി തെക്കേമുറിയിൽ ജെയിൻ കുര്യൻ, സഹോദരി ഭർത്താവ് കുട്ടനെല്ലൂർ തോളത്ത് വീട്ടിൽ ബിനിൽ ബാബു എന്നിവരാണ് റഷ്യയിൽ നിർബന്ധിത പട്ടാള ജോലി ചെയ്യേണ്ട അവസ്ഥയിൽ അകപ്പെട്ടത്. തൃശൂർ സ്വരാജ് റൗണ്ടിൽ യുവാവിന്റെ സ്കേറ്റിംഗ് അഭ്യാസം. ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയിൽ പിടിച്ച യുവാവിന്റെ യാത്ര. പ്രകടനം റോഡിൽ തിരക്കേറിയ സമയത്ത്. ബസ്സുകൾക്കിടയിലൂടെയായിരുന്നു യുവാവിന്റെ സ്കേറ്റിംഗ് പ്രകടനം. സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്ക് മാർച്ചിൽ നടത്താൻ തീരുമാനം. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായതെന്ന് കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി. മാള മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് മുണ്ടിനീര് വ്യാപിക്കുന്നത് ആശങ്കയാകുന്നു. 5 വിദ്യാർത്ഥികൾക്കാണ് മുണ്ടിനീര് പിടിപെട്ടത്. വിവിധ ക്രൈസ്തവ സഭകളുടെ ആഭിമുഖ്യത്തിൽ ഗ്ലോറി ഫെലോഷിപ്പ് ഒരുക്കുന്ന മ്യൂസിക് ഫെസ്റ്റ് 14, 15 തീയതികളിൽ തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടക്കും. ചലച്ചിത്ര സംവിധായകൻ സിബി മലയിൽ മ്യൂസിക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ CPI കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനത്ത് കൂട്ടധർണ നടത്തി. ധർണ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ ജനങ്ങൾക്കെതിരെ നടക്കുന്ന വംശഹത്യയിൽ പ്രതിഷേധിച്ച് ഇരിഞ്ഞാലക്കുടയിൽ സെമിനാർ സംഘടിപ്പിച്ചു. ബംഗ്ലാദേശ് ന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സെമിനാർ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി P. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ PTA നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ വിജയികളെ അനുമോദിച്ചു. അനുമോദന യോഗം PTA പ്രസിഡന്റ് RH ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA 34ാം തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം പെരിങ്ങോട്ടുകരയിൽ നടന്നു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. മുനയം ഇടബണ്ട് നിർമ്മാണം അടുത്ത ആഴ്ച പുനരാരംഭിക്കും. ജനുവരി ആദ്യത്തോടെ പൂർത്തീകരിക്കുമെന്ന് കരാറുകാരൻ. കനോലി കനാലിൽ നിന്ന് ഓരുവെള്ളം കയറി കോൾ മേഖലയിലെ കൃഷി നശിക്കുന്നത് ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് മുനയത്ത് താൽക്കാലിക ബണ്ട് നിർമ്മിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രസാദ ഊട്ടിന് ആവശ്യമായ 12 ലക്ഷം രൂപയുടെ സ്റ്റീൽ പാത്രങ്ങൾ വഴിപാടായി ലഭിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പാത്രങ്ങൾ ഏറ്റുവാങ്ങി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചാഴൂർ യൂണിറ്റ് 25ാം വാർഷിക സമ്മേളനം നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. കേരള ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഹോം സ്റ്റേ സംരംഭകർക്കായി ഗുരുവായൂരിൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. കേരള ടൂറിസം തൃശൂർ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ RC പ്രേംഭാസ് ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.